നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടൊപ്പം അബ്ദുല്ലാഹിബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവും ഖാലിദ് ബിൻ വലീദ് റളിയല്ലാഹു അൻഹുവും നബി തങ്ങളുടെ ഭാര്യയാകുന്ന ഈ പറയപ്പെട്ട സഹാബിമാരുടെ മാതൃ സഹോദരിയാകുന്ന മൈമൂന റളിയല്ലാഹു അൻഹയുടെ വീട്ടിലേക്ക് ചെന്നു. അവിടുന്ന് കുടിക്കുവാൻ വേണ്ടി പാൽ നൽകുകയുണ്ടായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വലതുഭാഗത്ത് ഇരുന്നത് അബ്ദുല്ലാഹിബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവാണ്. നബി തങ്ങളുടെ ഇടതുഭാഗത്തിരുന്നത് ഖാലിദ് ബിൻ വലീദ് റളിയല്ലാഹു അൻഹുവാണ്. അബ്ദുല്ലാഹിബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിന് പ്രായം കുറവായിരുന്നു. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പാൽ കുടിച്ചിട്ട് ശേഷം വലതുഭാഗത്തുള്ള അബ്ദുല്ലാഹിബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിന് കുടിക്കുവാൻ വേണ്ടി കൈമാറുകയുണ്ടായി. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കുടിച്ചതിന് ശേഷം ഇനി കുടിക്കേണ്ടത് നിങ്ങളാണ് എന്ന് വലതുഭാഗത്തുള്ള അബ്ദുല്ലാഹിബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഒരു സദസ്സിൽ ഭക്ഷണം വിളമ്പുമ്പോൾ ആദ്യം ഏറ്റവും ബഹുമാനിക്കപ്പെടുന്ന ആൾക്ക് കൊടുക്കണം. തുടർന്ന് വലതുഭാഗത്തേക്കാണ് വിളമ്പേണ്ടത്. വലതുഭാഗത്തൊരു കുട്ടിയാണ്, ഇടതുഭാഗത്ത് പ്രായമുള്ള ബഹുമാനിക്കപ്പെടേണ്ടുന്ന ആളാണെങ്കിലും ഈ കുട്ടിയുടെ അനുവാദത്തോടുകൂടി ഇടതുഭാഗത്തേക്ക് വിളമ്പാവുന്നതാണ് എന്ന് കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ പറയുന്നു. തുടർന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അബ്ദുല്ലാഹിബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു, നിങ്ങൾ വിചാരിക്കുന്നെങ്കിൽ ഇടതുഭാഗത്തിരിക്കുന്ന ആൾക്ക് കൊടുക്കാമെന്ന് പറഞ്ഞപ്പോൾ അബ്ദുല്ലാഹിബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ആ ബറക്കത്ത് തനിക്ക് തന്നെ വേണമെന്ന ഉദ്ദേശത്തോടുകൂടി ആ പാൽ വാങ്ങി കുടിക്കുകയാണ്. അപ്പോൾ ഖൈറായ കാര്യങ്ങളിൽ, ബറക്കത്ത് നേടേണ്ടുന്ന കാര്യങ്ങളിൽ നാം തന്നെ ഒന്നാമതായി പങ്കാളികളാവുക എന്നതാണ് വേണ്ടത്. ഭക്ഷണം കഴിച്ചു തുടങ്ങിയപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയാറുണ്ടായിരുന്നു, അല്ലാഹുമ്മ ബാരിക് ലനാ ഫീഹി, അല്ലാഹുവേ ഈ ഭക്ഷണത്തിൽ ഞങ്ങൾക്ക് നീ ബറക്കത്ത് ചെയ്യണമേ. വഅത്ഇംനാ ഖൈറം മിൻഹു, ഈ ഭക്ഷണത്തേക്കാൾ നല്ല ഭക്ഷണം ഞങ്ങൾക്ക് നൽകണമേ എന്നും ദുആ ചെയ്യാറുണ്ടായിരുന്നു. എന്നാൽ പാല് കുടിച്ചാൽ ദുആ ചെയ്യേണ്ടുന്നത് അല്ലാഹുമ്മ ബാരിക് ലനാ ഫീഹി, അല്ലാഹു ഈ ഭക്ഷണത്തിൽ നീ ബറക്കത്ത് നൽകണമേ. വസിദ്നാ മിൻഹു, ഈ പാൽ കൂടുതൽ തരണമേ എന്നാണ് പാൽ കുടിക്കുമ്പോൾ ദുആ ചെയ്യേണ്ടുന്നത്. കാരണം കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ പറയുന്നു, അന്നത്തിൻ്റെയും പാനീയത്തിൻ്റെയും സ്ഥാനത്ത് നിൽക്കുന്ന അത് പാലിനെപ്പോലെ മറ്റൊന്നുമില്ല. അഥവാ പാൽ മതിയായ ഭക്ഷണമാണ്, വിശപ്പും മാറ്റുന്നതാണ്, ദാഹത്തിനും ആശ്വാസം ലഭിക്കുന്നതാണ്.